ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ റോസ്റ്റ് ആണ്. ആദ്യം നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാണ് വേണ്ടത്. അതിന് ഞാനിവിടെ 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് എല്ലോട് കൂടിയ ചിക്കനാണ്. അപ്പം ഞാൻ ഈ ചിക്കൻ്റെ പീസസ് ഇങ്ങനെ ഇടയിലൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇത് മസാലയൊക്കെ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ. ഇത് മാരിനേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി വേണം, 2 ടീസ്പൂൺ മുളക് പൊടി വേണം, 1 ടീസ്പൂൺ കുരുമുളക് പൊടി വേണം, പിന്നെ ആവശ്യത്തിന് ഉപ്പ് വേണം, പിന്നെ 3 ടീസ്പൂൺ നാരങ്ങ നീര് വേണം. ഈ നാരങ്ങ നീരിന് പകരം വിനീഗർ ഉപയോഗിച്ചാലും കുഴപ്പമില്ല. ഇപ്പം ഞാൻ ചിക്കൻ മസാലപ്പൊടികളൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവാണ്. അപ്പോഴേക്കും ഇതിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ഇപ്പം നിങ്ങൾക്ക് ഒട്ടും സമയമില്ലാത്തവരാണെങ്കിൽ ഇത് ഇത്ര സമയം വയ്ക്കണം എന്നില്ല. മസാലയൊക്കെ ചേർത്തതിന് ശേഷം പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാൻ തുടങ്ങാം. ഈ ചിക്കൻ റോസ്റ്റിൻ്റെ മസാല ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്ന് നോക്കാം. ഞാൻ 4 സവാള നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. 4 പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് നമുക്ക് എടുക്കാം. ഇത് ഞാൻ നടുവേ കീറി വെച്ചിരിക്കുകയാണ്. പിന്നെ കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ 4 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചിയും 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലയിലേക്ക് ചേർക്കാൻ വേണ്ട പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുളക് പൊടി വേണം, മല്ലിപ്പൊടി, ഗരം മസാല വേണം, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ നമുക്കിത് ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള എണ്ണ വേണം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തേക്കുന്നത്. ഞാൻ മാരിനേറ്റ് ചെയ്ത ചിക്കൻ വേവിക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇടുകയാണ്. എന്നിട്ട് അത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഈ ചിക്കൻ നമുക്കിനി വറക്കാനുള്ളതാണ്. അതുകൊണ്ട് ഇതൊരു പകുതി വേവാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതുപോലെ അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ഈ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് വറക്കാനുള്ളതായതുകൊണ്ട് ഇതിനകത്തുള്ള വെള്ളമൊക്കെ നമുക്ക് തീ ഒരല്പം കൂട്ടി വെച്ചിട്ട് വറ്റിച്ച് കളയാം. ഇപ്പോൾ ഇതിലെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇത് ഏകദേശം പകുതി കൂടുതൽ ഇപ്പോൾ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വറുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓൾറെഡി വേവിച്ചെടുത്ത ചിക്കനാണ്. അതുകൊണ്ട് 2 സൈഡും ചെറുതായിട്ടൊന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ മൊത്തം കുക്കായിക്കോളും. ഇപ്പോൾ ഒരു സൈഡ് ചെറുതായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ സൈഡും ഇതുപോലെ തന്നെ ആയിക്കഴിയുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പം ഇത് 2 സൈഡും മൊരിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്കിനി എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇപ്പം ഞാൻ ചിക്കനെല്ലാം ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ 2 പ്രാവശ്യമായിട്ടാണ് വറുത്തെടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ഇതാ മസാല ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വേറൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടാക്കി കഴിയുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമായിരിക്കും കുറച്ചും കൂടി ടേസ്റ്റ്. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 4 പച്ചമുളകും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട സമയത്ത് തന്നെ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനത് വിട്ടുപോയതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ഇടാം. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഈ സവാള നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോവും. ഈ സവാള ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവണ വരെ നമ്മളിത് വഴറ്റിയെടുക്കണം. അതിനുശേഷം മാത്രം നമ്മൾ പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഉള്ളിയൊക്കെ ലൈറ്റ് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടിയും 4 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തേക്കണത്. അത് നമുക്ക് ഈ ഉള്ളിയിലേക്ക് ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. മസാലയുടെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 4 തക്കാളി അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് മൂടി വയ്ക്കാം. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ട് മൂടി വയ്ക്കാം. ഈ തക്കാളി നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പം ഇത് കുക്കായിട്ടില്ല, നമുക്കിത് മൂടി തന്നെ വയ്ക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വച്ചിട്ടുള്ള ചിക്കൻ ഇടാം. എന്നിട്ട് അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള കുറച്ച് കറിവേപ്പില ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് ഇടാട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് കറിവേപ്പില ഉള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ മസാലയും ചിക്കനുമായിട്ട് നന്നായിട്ടൊന്ന് യോജിക്കുന്നത് വരെ ഒരു 3-4 മിനിറ്റ് നമുക്ക് ഇത് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ച് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഇനി നമുക്കിതിലേക്ക് ഫൈനലായിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുള്ളൂ. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ അത്യാവശ്യം എരിവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഇത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഈ മസാലയെല്ലാം ഈ ചിക്കനിലേക്ക് നല്ലോണം കോട്ടായിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ ഫൈനൽ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഞാനൊരു ചെറിയ പീസ് എടുത്ത് കഴിച്ചു നോക്കാം. അപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട്. നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പം ഞാൻ ഈ ചിക്കൻ റോസ്റ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.